2 വർഷം നീളുന്ന ഒരു വമ്പൻ സൈക്കിൾ യാത്രയെക്കുറിച്ചാണ്. ഏകദേശം 40ഓളം രാജ്യങ്ങളാണ് ഈ സൈക്കിളിൻ്റെ ടയർ ഉരുളാൻ പോകുന്നത്. പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് വെള്ളിയാഴ്ച അരുൺ തഥാഗതൻ എന്ന കൊച്ചിക്കാരൻ, അദ്ദേഹം കളക്ടറേറ്റിലെ ജോലിക്കാരനാണ്, 2 വർഷം ശമ്പളമില്ലാത്ത അവധിയെടുത്താണ് അദ്ദേഹം ഈ യാത്രയിലേക്ക് കിടക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സർലി സൈക്കിളാണ് ഒപ്പം കൂട്ടുന്നത്. നേപ്പാളിലും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമൊക്കെ അരുൺ നേരത്തെ ഇതുപോലെ സൈക്കിളിൽ കറങ്ങിയിട്ടുണ്ട്. 2020 അടുത്ത വർഷം ജൂലൈ 6-ന് തിരിച്ചെത്താനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ അദ്ദേഹം കറങ്ങുകയും ചെയ്യും. 2026 ജൂലൈയിലാണ് അദ്ദേഹം, അതായത് 2 വർഷം നീളുന്ന വമ്പൻ യാത്രയാണ്. വിസ ഓൾറെഡി 29 രാജ്യങ്ങളുടെ ഉണ്ട്. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ വഴിയാണ് തിരിച്ചു വരിക. പക്ഷെ അത് അടുത്ത വർഷമാണ് ഒക്കെയാണ്. 2 വർഷത്തിനിടയിൽ അങ്ങനെ കടന്ന് വരികയാണ്. നോ പ്ലാനിങ് ഈസ് മൈ പ്ലാനിങ് ആക്ച്വലി. ഇതിപ്പോൾ ഈ പരിപാടിയുടെ കുറച്ച് ഒരുക്കങ്ങളുണ്ട് എന്നുള്ളതിനപ്പുറം ഏറ്റവും മിനിമം വസ്ത്രങ്ങളുമായിട്ട് ഏറ്റവും മിനിമം ഇതുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് പുറത്തേക്കുള്ള 2ാമത്തെ യാത്രയാണ് വലിയതായിട്ടുള്ളത്. പ്രദീപ് ജോസുണ്ട്. പ്രദീപേട്ട ഒത്തിരി സൈക്കിൾ ഭ്രാന്തുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞ പോലെ നോ പ്ലാനിങ് ഈസ് മൈ പ്ലാനിങ് എന്നാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു രസമാണ്. കാരണം ഒന്നും ചിന്തിക്കാതെ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു, അതും സൈക്കിളിൽ. സുന്ദരമായ യാത്രയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്? അതെ, ലോക സഞ്ചാരത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന പലരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൈക്കിളിൽ ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മലയാളി ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല എന്ന് പറയാം. ലോകം കാണാൻ ഒപ്പം പോകുന്ന ഇടങ്ങളിലൊക്കെ കേരളത്തെയും ഇന്ത്യയെയും പരിചയപ്പെടുത്താൻ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അരുൺ തഥാഗതിൻ്റെ ഈ യാത്രയെ വിശേഷിപ്പിക്കാം. എറണാകുളം കളക്ടറേറ്റിലെ ഒരു സീനിയർ ക്ലർക്കാണ് അദ്ദേഹം. യാത്ര ഹരമാക്കിയ ആളാണ്. നേരത്തെ തായ്ലൻഡിൽ കൂടാതെ നേപ്പാളിൽ അദ്ദേഹം സൈക്കിളിൽ പോയിട്ടുണ്ട്. ഇത്തവണ ഏതായാലും 40 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂഖണ്ഡങ്ങളിൽ തന്നെ മറികടന്നാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഇന്നലെ തേവരയിൽ വെച്ച് യാത്രയുടെ ഫ്ലാഗ് ഓഫ് നടന്നു. യഥാർത്ഥത്തിൽ പാരീസിൽ നിന്നാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. പാരീസിൽ നിന്ന് കൊച്ചിയിലേക്കാണ് യാത്ര എന്ന് പറയാം. പാരീസിൽ ഒളിമ്പിക് വേദിക്ക് അടുത്ത് നിന്ന് 26-ാം തീയതി യാത്ര തുടങ്ങും. ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കടന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കും, ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കും, ഗൾഫ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കും. ഏറ്റവും ഒടുവിൽ ചൈനയും റഷ്യയും നേപ്പാളും ഒക്കെ കടന്ന് 2 വർഷത്തിന് ശേഷം ജൂലൈയിൽ, അതായത് 2026 ജൂലൈയിൽ തിരികെ കേരളത്തിൽ എത്തിച്ചേരുകയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതാണ്ടൊരു 2.25 ലക്ഷം രൂപയോളം വില വരുന്ന സർലി സൈക്കിളാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഈ സൈക്കിളിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡിൽ പല മോഡിൽ നമുക്ക് മറിച്ചും തിരിച്ചും നോക്കാം. അതായത് ഒരേ ഇരിപ്പിൽ തന്നെ ഒരുപാട് ദൂരം പോകുമ്പോഴുള്ളൊരു മുഷിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ജോയിൻസിൻ്റെയൊക്കെ വേദന ഒഴിവാക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു വെക്കാം. മാത്രമല്ല മുൻപിലും പുറകിലുമൊക്കെ അല്പം വീതി കൂടിയ കാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് വസ്ത്രങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. വെറും 3 ജോഡി വസ്ത്രങ്ങളുമായാണ് അദ്ദേഹം യാത്ര തുടരുന്നത്. ഒരിടത്തും ഹോട്ടലിലല്ല തങ്ങുന്നത്, മറിച്ച് ചില പരിചയക്കാരുടെ വീടുകളിൽ. എല്ലായിടത്തൊന്നും പരിചയക്കാരുണ്ടാവില്ല, നമുക്കറിയാമല്ലോ. പക്ഷേ പല ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ പള്ളികളുടെയും മറ്റും കേട്ടു നിൽക്കാൻ തോന്നും. യാത്ര ആലോചിക്കുമ്പോൾ തന്നെ അല്ലേ എത്ര രസമായിരിക്കും. ഇത്രയേറെ രാജ്യങ്ങൾ സൈക്കിളിൽ പോവുക എന്ന്. നമ്മൾ സൈക്കിളിൽ ഒരു ഗ്രാമവഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമ്മളത് അനുഭവിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. നമുക്കും കൊതി തോന്നുന്ന യാത്രയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ നടക്കാത്ത കാര്യമായിരിക്കും. ശ്രമിച്ചു നോക്കാം. ശരി പ്രദീപേട്ട.